സമൂസ എടുക്ക്. വേണ്ട. ആക്ച്വലി പറയൂ. ഇല്ല, പറഞ്ഞോളൂ. ഇല്ല, ഇറ്റ്സ് ഓക്കെ. താൻ പറയൂ. ഓക്കെ, ഒന്ന് എണീക്കാവോ? എത്ര പ്രാവശ്യം വേണേലും എണീക്കാം. സി, നമ്മൾ തീരെ മാച്ച് അല്ല അല്ലേ? ആണോ? എന്താ പ്രശ്നം? ഇത് കണ്ടൂടെ? അത്ര കുഴപ്പമുണ്ടോ? താനൊന്നും കൊണ്ട് തിരിഞ്ഞേ. മോളെ എങ്ങനെയുണ്ട്? മാച്ച് അല്ല അങ്കിൾ. ബെസ്റ്റ്. അടിപൊളി. ഇനിയിപ്പോൾ മാച്ച് ആണെങ്കിലും നോ, ഐ എം നോട്ട് റെഡി ഫോർ എ മാരേജ്. എൻ്റെ പേരൻസിനാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. കുറച്ച് നാളായി പെണ്ണുകാണൽ ഡ്രാമ നടക്കാൻ തുടങ്ങിയിട്ട്. വരുന്നവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും എന്നെ ഇഷ്ടമായില്ല എന്ന് പറയണം. ഇയാളും അങ്ങനെ തന്നെ പറയണം, പ്ലീസ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മാല ബൾബും സ്റ്റാർസും ശ്രദ്ധിച്ചായിരുന്നോ? ബാൽക്കണിയിലെ മാല ബൾബ്? ഇലുമിനേഷൻ ലൈറ്റ്സ്. സാധാരണ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് അച്ഛൻ അടയാളം വെച്ച് പറയുന്ന അതും കൂടെ ചേർത്താ. നിങ്ങളോട് പറഞ്ഞില്ല? ശ്രദ്ധിച്ചില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അതവിടെ നിന്ന് മാറ്റുമെന്നുള്ള വാശിയില്ല അച്ഛൻ. ഒരുതരം മഹേഷിന്റെ പ്രതികാരമല്ലേ? ഇപ്പഴാ സമാധാനമായത്. സത്യം പറഞ്ഞ എന്റെ വീട്ടുകാരുടെ പ്രഷർ കാരണം ഞാൻ ഇങ്ങനൊരു പെണ്ണ് കാണാൻ റെഡിയായത്. ഞാനൊരു കല്യാണത്തിനൊന്നും പ്രിപ്പയർഡ് അല്ല. പിന്നെ എന്റെ വീട്ടിൽ ഈ മാല ബൾബ് മെലോഡ്രാമയൊന്നും ഇല്ല കേട്ടോ. എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ? ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഫോട്ടോയിലെ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. എനിക്കും എവിടേക്ക് പോകണം എന്നാണ്. ബട്ട് അറിഞ്ഞൂടാത്ത ബിസിനസ് ചെയ്ത് അച്ഛൻ്റെ കുറച്ച് അധികം കാശ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് വീട്ടിനെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ലെ പിന്നെ ബിസിനസ് തന്നെ വീണ്ടും ചെയ്യണം. എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ വിസയൊക്കെ ബട്ട് ഓൾറെഡി വന്നു. ഒറ്റമോളായതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിടുന്നില്ല. ഇമോഷണലി ഒരു I'm really sorry for the inconvenience. Sorry ഒന്നും പറയണ്ട. Anyways, it was wonderful meeting you. Wish you all the best. നേക്കുട്ടി, അങ്ങൾ പോട്ടെ. ഓക്കെ? പോയിട്ടാണ് 2 ബിയർ അടിച്ച് ആഘോഷിക്കാൻ. ആദ്യത്തെ പെണ്ണുകാണലാണേ. ഈ ഡോറ് അത് ഓർത്തില്ല. ഇതൊരു പോസ്റ്റ് ഓഫ് ദി ഇന്ത്യ. അല്ല, തിരക്കില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല, ഇങ്ങനെ പോസ്റ്റ് ആവുന്ന ഓർത്തില്ല. ഫോണാണെ അമ്മയുടെ കയ്യിലും ആയിപ്പോയി. ഇതെന്താ? പോസ്റ്റ് ആവാണ്ടിരിക്കാൻ. ഓ, അച്ഛൻ്റെ കല്യാണ ആൽബമാണോ? നോക്കൂ. എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഐ മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ. ഡിഗ്രി? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സപ്ലി ക്ലിയർ ചെയ്തെടുത്തൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. വീട്ടുകാർ ഇഞ്ചെക്ട് ചെയ്തൊരു ബ്രോയിലർ എഞ്ചിനീയർ ഉണ്ടാക്കാൻ നോക്കിയതാ, പക്ഷെ വർക്കൗട്ടായില്ല. പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? പാവങ്ങളാ. ഒരു പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പറയാൻ തുടങ്ങിയ ഭയങ്കര കോമഡിയാ. പറ കേക്കട്ടെ. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂ. ഭയങ്കര വലിയ സ്റ്റോറിയാ. നമുക്ക് മിനിമം ഒരു 1 hour ടൈമുണ്ട്. ഇതിനിടെ സംസാരിക്കാനാണെങ്കിൽ വേറൊന്നുമില്ല. പിന്നെ ഇക്കാലത്തൊക്കെ കേൾക്കാൻ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. പറ കേക്കട്ടെ. പറ അങ്കിൾ. പറയുന്നേ. ഓക്കെ. ഒരു എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് നൈസായിട്ട് കോപ്പി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എണീറ്റില്ലേ ഇതുവരെ? രാത്രി ലേറ്റ് ആയിട്ട് അവൻ കിടന്നേ. എക്സാം ഉള്ളതല്ലേ? ഉച്ചയ്ക്ക് 2 മണിക്കാ. അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മണി 9 അതെ, ഏട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട. മോളെ, നീ അച്ഛന്റെ ബാഗ് അങ്ങ് എടുത്തേ. ബിജു തുറന്നേ.
അച്ഛാ പഠിക്കായിരുന്നോ? ആ കുറച്ച് കഴിഞ്ഞു. നീ ചായ ഒന്നും കുടിച്ചില്ലേ? അത് ഞാൻ പഠിച്ചു കഴിഞ്ഞില്ലെന്ന് അച്ഛാ. അതുകൊണ്ട് ഇന്ന് എന്താ എക്സാം? മെഷീൻ ഡിസൈൻ. മെഷീൻ ഡിസൈൻ പഠിച്ചോ? അച്ഛാ എന്താ ഇത്? കോപ്പി അടിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പാണോ? ആ അത് ജയിക്കുമായിരിക്കും. ആ എന്നാ ഇനി അതുകൊണ്ട് ജയിക്കാതിരിക്കണ്ട. നീ സംശയമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ എഴുതരാം. നീ കുറെ എഴുതി കൈ കഴിച്ചതല്ലേ, പറഞ്ഞു ഞാൻ എഴുതരാം. അല്ല അച്ഛാ, എടാ ഞാൻ കളിയാക്കിയതല്ല, നീ കുറെ എഴുതിയതല്ലേ. ഇനി നീ പറ, ഞാൻ എഴുതാം. മോന് സംശയമുള്ളതൊക്കെ വായിച്ചിട്ട് പറ. ദാ അച്ഛാ എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര മടുപ്പാവും. അതുകൊണ്ട് കോപ്പി അടിക്കണോ? തോക്കണമെങ്കിൽ തോക്കട്ടെടാ. നിന്നെ ഞാൻ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇത് എഴുതി തരാമെന്ന് പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഇനി കോപ്പി അടിക്കണമെന്ന് തോന്നുമ്പോൾ നിനക്ക് ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ വരണം. നമ്മൾ കള്ളങ്ങൾ കൊണ്ട് വലിയൊരു ആനപ്പന്തൽ കെട്ടി ഉണ്ടാക്കിയാലും അതിലൊരു ഉറുമ്പിന് പോലും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല മോനെ. തെറ്റ് ചെയ്ത് വലിയൊരു തെറ്റായി പോകും നിന്റെ ജീവിതം. നീയേ എന്റെ മോന, അറിയാവുന്നത് എഴുതി വെക്കടാ. നീ ഇന്ന് ജയിക്കും. So sweet. You're so lucky to get such parents. താങ്ക് യു. ആക്ച്വലി ഞാനും അതെ. പക്ഷേ ഈ ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ അടിച്ച് വരച്ച് വരയിൽ എത്തിച്ചാണ്. ശരിയാണ്. ബട്ട് വെയിറ്റ് അന്നത്തെ എക്സാം ക്ലിയർ ആയോ എന്നിട്ട്? ആ വാവ്, ഭയങ്കര ബ്ലെസ്സിങ് ആയി പോയല്ലോ അച്ഛൻ്റെ. സമൂസ വാങ്ങിച്ചതാണോ? അല്ല, സ്വന്തമായി ഉണ്ടാക്കിയതാ. ചെറിയ മധുരം അതിൻ്റെ ടേസ്റ്റ്. കഴിച്ചു നോക്കൂ. മധുരം ഇതിൻ്റെ ടേസ്റ്റ്. വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒഴിവാക്കി ഓസ്ട്രേലിയയിൽ പോകണമെന്ന് പറഞ്ഞു താനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണവും ഒരു മധുരം അല്ലേ? ഒരു ഗംഭീര അഫയറിന് അല്ലേ? ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് കോമൺ സെൻസ്. എന്നെ പോലെ ഇവിടെ വന്ന് പോയ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് താനെന്താ പഠിച്ച? മെഡിസിൻ, എഞ്ചിനീയറിംഗ്, CA, MBA. MBA. ഓ, ബിസിനസ് ഒക്കെ ചെയ്ത ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എല്ലാം പൊട്ടി. അച്ഛൻ 101% ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഞാൻ പിറന്നു വീഴുന്നത്. ഡയറക്ടർ പത്മരാജന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അച്ഛൻ. ചില സിനിമകൾക്കൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുണ്ട്. ഓ, എല്ലാം എപ്പിക് മൂവീസ് ആണല്ലോ. പണ്ടൊരു ജോത്സ്യം ഗണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരിപാടി ഇപ്പം നിർത്തിക്കോ അല്ലെങ്കിൽ ഇരിക്കുന്നിടം കൂടി പോകുന്നു. അച്ഛനായിട്ട് പക്ഷെ നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല. വരുത്തിയത് മൊത്തം ഞാനാ. നമ്മൾ എന്തായിരുന്നു പറഞ്ഞു തുടങ്ങിയത്? ആക്ച്വലി നമ്മളൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. ഈ MBA പഠിക്കുമ്പോഴായിരുന്നു മറ്റേ മധുരം. MBA അല്ല, IELTS. It's my place, okay? Hey, Savio bro. Hey, so just a second. Hey man, bro. what's up? Long time, huh? This is Pinky, my girlfriend. Girlfriend? ഹായ്. എത്രാമത്തെ girlfriend? Huh? Hey, I think it's 12th. Oh. Be happy, Yeah. Hey bro, എനിക്കൊരു presentation ഉണ്ട്. I'll catch you later. You guys enjoy, okay? വെയിറ്റ്, ഏത് സാവിയോ? ഷെഫ്? ആ റോച്ചേഴ്സ് കഫേലെ താനോടെ റെഗുലർ കസ്റ്റമർ ആയിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നു, പിന്നെ അങ്ങോട്ടേക്ക് റെഗുലർ ബഫായി. പക്ഷേ അയാളുടെ ആറ്റിറ്റ്യൂഡ്, കൊച്ചിയിലെ വൺ ഓഫ് ദ വെരി വെരി ബെസ്റ്റ് ഷെഫ്. ആറ്റിറ്റ്യൂഡ് ആവാലോ. ഓ പേഴ്സണലി പരിചയമുണ്ടോ? സാവിയോയും ഞാനും ആ റെസ്റ്റോറൻറ്റ് തമ്മിൽ 3 മാസത്തെ ഭയങ്കര സ്ട്രോങ് ആയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആക്ച്വലി ഈസ് മൈ മെന്റർ. ഏത് അയാളോ? ഹൗ കം? Hey, Savio! Hey, what's happening guys? വിക്രമനും മുത്തു ഒരുമിച്ചാണല്ലോ. ഞങ്ങൾ മാത്രമല്ല, മീറ്റ് മിസ്റ്റർ മായാവി. ഹലോ. ഞാനെന്ന് പറഞ്ഞ പോലെ ഇവനെ കുറച്ചാളെങ്ങനെങ്കിലും സംഭവങ്ങളൊന്നും പഠിക്കണവരെ ഇവനൊന്ന് കൂടെ നിർത്തണം.
എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് താൻ എന്തിനാ വിജയ് ഇത് വേണോ? ആക്ച്വലി ദിസ് ഇസ് മൈ പാഷൻ റൈറ്റ്? ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവരെയാണ് സാധാരണ ഇവിടെ എടുക്കാറുള്ളത്. പക്ഷെ ഞാൻ ഇവർക്ക് പ്രോമിസ് കൊടുത്തു പോയി. കിച്ചണിലെ ചൂടും കസ്റ്റമേഴ്സിന്റെ ബഹളമൊക്കെ ആവുമ്പോ എഞ്ചിനീയറിംഗ് പഠിച്ച താൻ എന്തായാലും ഇവിടുന്ന് ഓടിക്കോളും. ഐ ആം ഷുവർ. ഇല്ല ഒരിക്കലും ഇല്ല. ലെറ്റ്സ് സീ. That's nice. Your first preparation is ready to serve. Give him a big round of applause. വിജയ്, ബീഥോവന്റെ ഒരു കോൺസെർട്ട് കഴിയുമ്പോൾ ഓഡിയൻസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കി. അതേ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് ഒരു ഷെഫിനുണ്ടാവും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഒരാൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ. That's it. നോക്ക്, your first preparation. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. Hey, don't tell me it was me. Was it? അതപ്പം തന്നെ ദേ ഇതുപോലെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണ്ടേ? ശരിക്കും ഇനി എന്താണ് സാറിന്റെ പ്ലാൻ? ഓ അതെ. വിതിൻ 1 year ഏതെങ്കിലും ഒരു ബീച്ച് റോഡിൽ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് തുടങ്ങണം. ഫുഡ് ക്വാളിറ്റി ആയിരിക്കണം നമ്മുടെ USP. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ സമ്മതിക്കൂ? സമ്മതിപ്പിക്കണം. അച്ഛാ. ആ എന്തു പറ്റിയെന്ന് നേരത്തെ ആണല്ലോ. യെസ്. എടാ നമുക്കെന്നാ ഗണപതിയുടെ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. ഞാനത് അച്ഛനോട് അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു. ആഹാ, അമ്മ കേട്ടോ? കേട്ടു. മഴ പെയ്യുന്ന പോലെ ഇടയ്ക്കും പിഴയ്ക്കും വന്നു പോകേണ്ടതല്ലേ ഈ ഭക്തി. മനസ്സിലായോ? ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും എനിക്കത് മനസ്സിലായില്ല അച്ഛമ്മേ. ഇനി മുതൽ ഞാനൊരു റെഗുലർ ഭക്തനായിരിക്കും. നീ പറഞ്ഞോ അവനോട് മറ്റേ കാര്യം? ഇല്ല. എന്നാ പിന്നെ അമ്മ പറഞ്ഞു കാണും. ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ അച്ഛാ? മോളാ കവറിങ് എടുത്തേ. നീ പറ, എന്താ ഇപ്പൊ ഇങ്ങനെ ഭക്തി തോന്നാനുള്ള കാര്യം? അച്ഛാ, ആ 2-3 ലക്ഷം രൂപ കൊടുത്ത് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എന്നെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഷെഫ് എനിക്ക് വാക്കുന്നു. ഷെഫാവാനോ? അതായത് കുശിനിക്കാരൻ. അതിനാടാ ഞാൻ നിന്നെ എഞ്ചിനീയറിംഗിന് വിട്ട് പഠിപ്പിച്ചത്. അച്ഛാ, വലിയൊരു ഷെഫായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു ബീച്ച് റെസ്റ്റോറന്റ് തുടങ്ങാന്നുള്ള എന്റെ ഡ്രീമാണ് അച്ഛാ. നിന്റെ ഡ്രീം തോലക്കെട്ടിയാനടിക്കും ഞാൻ. അവന്റെ ഡ്രീം മനുഷ്യരുടെ നട്ടം തിരിഞ്ഞ് നിൽക്കുക. ഇവിടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിയും വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങോട്ട് പാടി. തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. വെയിലും മഴ ഒന്നും കൊള്ളണ്ട. AC ഓഫീസിന്റെ അകത്തിരുന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മതി. എവിടെ? നമ്മുടെ മനശ്ശേരിയിലായി രഘുവിന്റെ കൂട്ടുകാരനില്ലേ, അവൻ നടത്തുന്ന ഒരു കോൾ സെന്ററാ. അച്ഛാ, ഇവിടെ മാസം 10-30,000 രൂപ എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും ആയി. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാനൊരു കോൾ സെന്ററിൽ പോയി ജോലി ചെയ്യാൻ. എഞ്ചിനീയറിംഗ് പഠിച്ച നീ പോയിട്ട് കണ്ടവന്റെ പാത്രം കഴുകാൻ കറി വെച്ച് വിളമ്പാൻ നിൽക്കാനോടാ. അവൻ എഞ്ചിനീയറിംഗിന്റെ മഹാത്മ്യം പറയുന്നു. എന്നാ തെർമോഡൈനാമിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാതെ പറയടാ. ഷെഫാവാ നടക്കുന്നു, ചായക്കട തുടങ്ങുന്നു. അല്ലെങ്കിൽ ഈ പേരൻസിന്റെ സ്വഭാവമൊക്കെ ഒരുപോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ പോയി ആ കോൾ സെന്ററിൽ ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. അവളായിരുന്നു ആകെ ഉണ്ടായിരുന്ന റിലീഫ്. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. അരുന്ധതി റോയുടെ ബുക്കിന്റെ ടൈറ്റിൽ പോലെയുണ്ട്. അങ്ങനെ ഗേൾ ഫ്രണ്ട് ആയി. എന്നിട്ട് അമ്മ ഞാൻ അന്വേഷണം പറഞ്ഞു. ആരന്വേഷിച്ചു എന്ന് പറയണം. ഓ ബെസ്റ്റ്. താൻ പക്ഷെ 3 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മറന്നുല്ലേ. അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ അമ്പലങ്ങളൊക്കെ തൊഴിലാണ് മെയിൻ പരിപാടി. സോ നോ റെസ്റ്റ്. എന്നെ വിളിക്കണം കേട്ടോ. അമ്പലത്തിനകത്തല്ലാതെ വേറെ എവിടെയാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും. വിളിക്കോ? പിന്നെ വിളിക്കാതെ. എന്താ എന്റെ നമ്പർ എന്ന് പറഞ്ഞ്? നമ്പർ ഞാൻ സ്ഥിരം വിളിക്കുന്ന നമ്പറല്ലേ. അപ്പൊ ഫോൺ എങ്ങാനും കളഞ്ഞു പോയാ എന്നെ വിളിക്കില്ല അല്ലേ? അടുപ്പുള്ളവരുടെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചുകൂടെ വിജയ്? എന്നാ പോട്ടെ. 92070 92070 6622 6622 ഒന്നൂടെ 92070 6622 ഓക്കെ. പോട്ടെ. ഏയ് രേഷു, ഒരു മിനിറ്റ്. ശമ്പളം കിട്ടാൻ ലേറ്റ് ആവുന്നല്ലോ പറഞ്ഞേ. ഇത് വെച്ചു. അത് വേണ്ട വിജയ്. എടോ, താൻ പോയി തന്റെ അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ ഒക്കെ അടിച്ച് പൊളിക്ക്. അവർക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്ക്. അപ്പോ 3 ദിവസത്തേക്ക് എന്നെ ഓർക്കാൻ ഇത് വെച്ചോ. താൻ വരുന്നവരെ തന്നെ ഓർക്കാൻ ഇതിങ്ങനെ കഴുത്തിലിട്ട് എന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്തു. അപ്പോ 92070 92070 6622 പോട്ടെ. ലവ് യു.
92070662221. എന്ത് ടൈപ്പ് കോൾ സെന്റർ ആയിരുന്നു അത്? ഇന്ത്യയിലും എബ്രോഡും താമസിക്കാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം, നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു എന്നിട്ട് സർ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് സാലറി ചോദിക്കുന്നത്. എടോ പോരും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യേ. ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരിപ്പോ ഇങ്ങ് വരും. പ്ലീസ് ഡോണ്ട് കമ്പൽ മീ ടു ഡു എനിത്തിങ് ബാഡ്, ഓക്കെ? എന്താ? ഇതാ അടുത്ത ബിൽഡിങ്ങിലെ കുട്ടിയല്ലേ? താലികെട്ടൊക്കെ കഴിഞ്ഞോ? ഇറ്റ്സ് മൈ ഹെഡ്. ഓക്കെ. അന്ന് എനിക്കൊരു നൈസ് ഫോൺ കോൾ വന്നു, അതെന്റെ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചു. ഹലോ, നമസ്കാരം. ഹലോ, എൻ്റെ പേര് ജെറി എന്നാണ്. താങ്കളുടെ പേര് പറഞ്ഞതിൽ നന്ദി. ഹോളിഡേയ്സ് ഫോറിലേക്ക് സ്വാഗതം. സർ, എങ്ങനെയാണ് സർ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? എനിക്ക് ക്വൈറ്റ് ആയിട്ട് താമസിക്കാൻ തേക്കടിയിലോ മൂന്നാറോ ഒരു റൂം വേണമായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും സാരമില്ല, ഫൈൻ ഔട്ട്. തീർച്ചയായിട്ടും സർ. സർ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? അതെ, ഞാൻ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 3 റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് സാറിന്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദയവായി സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയൂ. സോറി, എൻ്റെ നമ്പർ റിവീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വൈഫിൻ്റെ നമ്പർ തരാം. 92070 കറക്റ്റാണ്. 92070 കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഇതെങ്ങനെ മനസ്സിലായി? 92070 അതെ അതെ, നമ്പർ കറക്റ്റാണ്, കൺഫേം ചെയ്തിരിക്കും. ഇത് രേഷ്മയുടെ നമ്പറിൽ? രേഷ്മ എങ്ങനെ അറിയാം? രേഷ്മ തന്നെ ആരാന്ന് പറഞ്ഞേ? താനോ? നീ ആരുടെ കോപ്പെ താനെന്ന് വിളിക്കാൻ? രേഷ്മ എങ്ങനെ അറിയാന്ന് പറ. നിനക്ക് ഞാൻ ആരാന്നറിയോ? അവൾ എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. ഉണ്ടെങ്കിൽ എന്താ? ഹലോ വിജയ്. ഹായ്. പൂജയുടെ വെയിറ്റിംഗ് ആണോ? അവള് കുറച്ചു നേരം എത്തിയിട്ട്. Hey bro. Hi guys, are you ready? Yep. 2 minutes. Okay. എന്താടോ ഇത്? ഇവിടെ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ജസ്റ്റ് ഫ്യൂ ഹവേഴ്സ് റൈഡേ ഉള്ളൂ. 2 വീക്സ് കഴിഞ്ഞ് തൻ്റെ ബർത്ത്ഡേ ഇടുന്നു ഞാൻ വരും. നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം, ഓക്കെ? ഡാഡിയോട് നമ്മുടെ ബിസിനസ് കാര്യം പറഞ്ഞ് കാശ് വാങ്ങിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ കാര്യത്തിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഓക്കെ ഫോർ എ നെയിം ചെക്ക്. ഇതെന്താ? പേരൻസിനാ. ഓ Hey Naresh. Let's move on. ഓക്കെ ഓക്കെ, പോവാം. വീണ്ടും വീണ്ടും കാണാനേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിയുന്നത് നല്ലതാ. പോയിക്കോട്ടെ. കാശ് കളയാനായിട്ട് പുതിയൊരു ഐഡിയയുമായി വന്നേക്കുവാ. ഫുഡ് ബിസിനസ്. കുറെ നോളജ് ഉണ്ടല്ലോ ഫുഡിനെ കുറിച്ച്. എന്റെ കല്യാണത്തിനായി മാറ്റി വെച്ചേക്കുന്ന കാശിൽ നിന്ന് ഒരു 10 lakhs ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇനി നാ വിട്ടടിച്ച അട്ടിക്ക് ഞാൻ 10 ലക്ഷം. എന്താടി നിസ്സാര കാശാണോ? സക്സസ് ആവുമെന്ന് ഉറപ്പുണ്ടോ? അച്ഛാ, 100% ഉറപ്പുണ്ടോന്ന്? കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ബട്ട് അച്ഛാ, ട്രസ്റ്റ് മീ, ദിസ് ടൈം ഐ മേക്ക് ഇറ്റ് ഹാപ്പൻ. കുഴപ്പമില്ലല്ലേ? കുഴപ്പമുണ്ടെങ്കിൽ ഞാനിത് വേണു സാറിന് വിൽക്കൂ. എന്നാ സെയിൽ ലെറ്റർ ഒപ്പിടാം. മുകളിലേക്ക് പ്ലീസ് ഒപ്പിട്ടിട്ട് കേറിയിരുന്നോ? ഹലോ ഹലോ, 3-4 ദിവസമായി കിട്ടുന്നേ ഇല്ലല്ലോ. നല്ല ബിസിയല്ലേ? നോ പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാനിപ്പോൾ ഒരു ഹോട്ട് സീറ്റിലായിരിക്കുന്നത്. ഹോട്ട് സീറ്റ്? അത് പാർട്ട്ണറിനോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നരേഷ്, ഒരു സർപ്രൈസ് ഉണ്ട്. ചുമ്മാ താൻ എന്തൊക്കെയാ പറയുന്നത്? എന്ത് സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? വീട്ടിലെന്തെങ്കിലും? ഹേ നരേഷ്, ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കുകയോ വേണ്ട. കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നാൽ മതി. പൂജ എന്താ ഇടയ്ക്ക് പറഞ്ഞത്? എന്തോ സർപ്രൈസോ? അത് അവൾ ചുമ്മാ ബർത്ത്ഡേയുടെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തതാ. ഓക്കെ. ഇനി ജസ്റ്റ് 5 days ഉള്ളൂ. ലഞ്ച് വിത്ത് മീ പ്രോമിസ് ചെയ്തതാ. ഹലോ, എന്തു പറ്റി? ഞാനാ പറയുന്നത്, ബിസിനസിനെ കുറിച്ചാണെങ്കിൽ വരീഡ് ആവണ്ട. 100% വർക്ക്ഔട്ട് ആവും. ഓക്കെ? ഡബിൾ ഓക്കെ ഇല്ലേ? എന്ത് വർക്കൗട്ട് ആവാതിരിക്കാൻ? ആക്ച്വലി നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വളരെ യുണീക്കാണ്. ഞാൻ പറഞ്ഞ ആലോചിക്കായിരുന്നു, ഈ ഫ്ലൈറ്റിലേക്ക് ഏറ്റവും എക്സ്പെൻസീവ് സീറ്റ്സിന് എഞ്ചിനീയർ ക്ലാസ്ന്നോ
ഡോക്ടർ ക്ലാസ് എന്നൊന്നും പറയാതെ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ബിസിനസ് അറിയില്ല, കാശുള്ളൂ. ഹേ കമോൺ, എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ബിസിനസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കാശ് ഉണ്ടാക്കാൻ ഒരു ഗംഭീര പ്ലാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ത്? ആ ബ്ലഡി ഇഡിയറ്റിനെ വീണ്ടും കണ്ടുപിട്ടിയ ദിവസം. മറ്റേ ആ തെണ്ടി ക്ലീറ്റസ് എന്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടില്ലേ, ആ പരമാറി. അടിക്കരുത് ദേവി, അമ്മയുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് പ്ലീസ്. What happened? Not happen. ആള് മാറി. I mean, he changed the person. You sit in the chair. Okay. നാട്ടിക്കരുത്. തെണ്ടി തരവാ, കൂടെ തരവാ ഞാൻ നിന്നോട് ചെയ്തു. ഇവന് ഇടിക്കാണ്ട് ഇവിടുന്ന് വിടരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടിക്കും. ഉറപ്പാണ്? സംശയമുണ്ടോ? ഓഹോ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി അടിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നീ എന്തൊട്ട് കേടോടാ? ആണല്ലേ, ഞാൻ ആ കോൾ സെന്ററിലെ വെറും ഒരു പ്യൂണല്ലായിരുന്നു. വെറുതെ ഒരു തമാശയ്ക്ക് ഇവൻ്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, 10,000 രൂപയുടെ ചെക്ക് ഉണ്ട്, വന്ന് വാങ്ങാൻ. ചെക്കോ? ആ എന്തിനു? വീഡിയോ കയറി അങ്ങ് വൈറലായില്ലേ? കാണുന്ന ഓരോ വ്യൂവിനും ലൈക്കിനും ഷെയറിനും അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് കാശ് തരുന്ന വിചിത്രമായ ഏർപ്പാട് യൂട്യൂബിനുണ്ടെന്ന് അന്നാ ഞാൻ അറിഞ്ഞ് ചെക്ക് വാങ്ങാൻ ചെന്ന് ഈ മദാമയെ ഞാൻ പരിചയപ്പെട്ടു. അവരെനിക്ക് യൂട്യൂബിൽ ജോലി വന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് ക്ലീറ്റസായി. ഇതാണ് എൻ്റെ ജീവിതം. ഇപ്പൊ ഞങ്ങൾ നിന്നെ തള്ളാവിട്ട നീ എന്ത് തരും? കോമ്പൻസേഷൻ, ക്യാഷ്. ഹിയർ വി ഗോ. ഇതാണ് എൻ്റെ കോൺടാക്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. കോമ്പൻസേഷനുമായി ഞാൻ എത്തിയിരിക്കും. പിന്നെ എന്ത് കിട്ടും? പിന്നെ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കാൻ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വഴികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങനെ? ആക്ഷൻ. ലുങ്കി ഉടുത്തു വാ, കിറ്റെക്സ് ലുങ്കി ഉടുത്തു വാ. നിങ്ങൾ കൊള്ളാലോ. എന്തുവാണ്? വിശ്വസിക്കാം. 25,000 രൂപ ഞാൻ പറഞ്ഞ കോമ്പൻസേഷൻ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എൻ്റെ വയറ്റിപ്പഴപ്പ്. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എൻ്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഇമാതിരി പൈസ കിട്ടാൻ പരിപാടിയാണ് ഞങ്ങളെ കൂടി പഠിപ്പിച്ച ക്ലീറ്റസ്. എടാ, പ്രാങ്ക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആളുകളെ പറ്റിച്ച് അലമ്പ് പരിപാടിയാണ്. പക്ഷേ ആൾക്കാരുടെ സഹകരണത്തോടെ ചെയ്ത അങ്ങനല്ലേ? കണ്ടോ, 80 ലക്ഷം വ്യൂസാ. നമുക്കിത് ചെയ്യാം. ഈ ക്ലീറ്റസ് ചിലപ്പോൾ ഒരു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ആണെങ്കിലോ ആവാം. കാശ് കിട്ടുമെങ്കിലും ഒന്നുമില്ല, നമ്മൾ ഈ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു അല്ലേ? ചെയ്യുന്നു, ഉറപ്പായിട്ടും ചെയ്യും. എങ്കിൽ ഐശ്വര്യമായിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ തുടങ്ങുന്നു. അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ല. 5 മിനിറ്റ് എല്ലാരും ഞാൻ കൊടുത്ത് അഭിനയിച്ച് തകർത്തന്നാ മതി. അവൻ ആള് പുലിയാണ്. അടിക്കണേന്റെ വക്ക് വരെ എല്ലാവർക്കും എത്താം. പക്ഷെ ദൈവത്തോർത്ത് ആരും അടിക്കരുത്. അടിച്ചാലാ? അടിച്ചാ പരിപാടി വിജയിച്ചു, പക്ഷെ അടിക്കരുത്. ക്യാമറ അപ്പിട്ടുണ്ട്, കണ്ടോ? ഫ്രണ്ട്സാ, ഞാൻ പറയാതെ ആരും ക്യാമറയിലേക്ക് നോക്കാം. ബസ് വരുന്നതിന് മുമ്പ് പരിപാടി അവസാനിപ്പിച്ചോളണം കേട്ടോ. ഏരിയല്ല, ഒരു ഇന്റർനാഷണൽ ചാനൽ. സിമ്പിൾ ആയിട്ട്. ശരി, ഇത് വേണ്ട. അയ്യോ, കന്നഡ വരില്ല. ഇത് ആൾക്കാരെ കണ്ടല്ലേ ഒരു രസത്തിന് ഭംഗി. നെയ്മറാക്കരുത്, നാച്ചുറൽ ആയിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. ചത്തോണം ഉഷാറായിക്കോളും. ഒറിജിനൽ പെട്രോൾ ആണോ? പെട്രോൾ കാര്യം വെച്ച് കത്തിക്ക് കേട്ടോ. കളർ കണ്ടിട്ടാ. പച്ചവെള്ളം മറന്നു. എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഷൂട്ട് ചെയ്താൽ മാത്രം മതി. ആണോ? പൊള്ളിക്കത്. നിങ്ങളാരും അഭിനയം മറക്കരുതട്ടോ, ഭയങ്കര നാച്ചുറൽ ആയതുകൊണ്ട്. ബ്യൂട്ടിഫുൾ ഫ്രെയിം. 2 ചേച്ചി വരുന്നുണ്ടോ? ആ, 2 ചേച്ചിമാര് വന്നിട്ട് എല്ലാരും കൂടി എന്നെ ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ചോ. പല ഡേറ്റ് കെട്ടിപ്പിടിക്കും. കത്തിക്കലേ എന്ന് പറഞ്ഞോട്ടാ. അതാരാണത്? തകർക്കാണല്ലോ. എന്താ നമ്പർ ഡയലോഗടാ? ഇതിൽ ഞാനായിരുന്നു. കത്തിക്കാനോ? ചേച്ചി തോപ്പം പിടിക്കലോ വഴിയതാ. എവിടേക്കാ? 2 ഹെൽമെറ്റ് വന്നു. ഇതേതാ സ്ക്രിപ്റ്റിലില്ലാത്ത 2 പേര്. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ചേച്ചി? ചേച്ചി
ചേച്ചി പേടിക്കൊന്നും വേണ്ട, ചേച്ചിയുടെ മാലയൊന്നും ഏടി പോയിട്ടില്ല. ഇതൊരു TV പരിപാടിയാണ്. നോക്കിയ ക്യാമറ കണ്ടോ? അടിപൊളി. എന്റെ കഴുത്ത് നേരിട്ട് വയ്യ, പൊട്ടിട്ടുണ്ടെന്നാ തോന്നണേ. അവന്റെ അമ്മയുടെ TV പാളി പാളി പാതകമാ